ഹായ് ഹലോ ലഞ്ച് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കോവയ്ക്ക പച്ചടിയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കോവയ്ക്ക ഒരു 15 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, ഏകദേശം ഒരു 150 ഗ്രാമുണ്ട്. ഒരു മുറി തേങ്ങയും ഒരു സ്പൂണ് കടുകും കൂടി വടിയെ അരിച്ചത്, ഫൈനായിട്ട് അരച്ചെടുത്തത്. 200 തൈര് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നത്, 5 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു, 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു, സ്വല്പം കറിവേപ്പില, ഉണക്കമുളക് 2 എണ്ണം, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചേരുവകൾ. നമ്മളിതിനു വേണ്ടിയിട്ട് ഇനി ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക വറുത്തെടുക്കുന്നു. ഇപ്പം നമ്മുടെ കോവയ്ക്ക നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല കിലുകിലാന്ന് ആയിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ആകണം. ഇതുണ്ട്, നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് കോവയ്ക്ക. ഇനി നമ്മളത് കോരിയെടുക്കുന്നു. ഇപ്പം നമ്മൾ ഈ കോവയ്ക്ക വറുത്ത് കോരിയ എണ്ണ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പച്ചമുളക് ഇടാൻ പോകുന്നത് കേട്ടോ. ഉള്ളി അരിഞ്ഞത് ഇടുന്നു, കുറച്ച് വേപ്പില ഇടണം. ചുമപ്പ് കളറാകുന്നോളം വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക്, ഇതിപ്പോൾ ഒന്ന് മൂപ്പായിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് അരച്ച കടുവും തേങ്ങയും കൂടെ അരച്ചത് അതൊഴിക്കാൻ പോണം. ഈ ചൂടായിട്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഈ ചട്ടിയിലുള്ള ചൂടിനകത്ത് മാത്രം ഈ തേങ്ങ വെന്താൽ മതി. ഇതിപ്പം ആവശ്യത്തിന് ഈ തേങ്ങ വെന്ത് മൂപ്പായിട്ടുണ്ട്, ഒരുപാടൊന്നും തേങ്ങ വേകണ്ട. അപ്പം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കോവയ്ക്ക ഇടാൻ പോണം. അത് മിക്സ് ആയിട്ടുണ്ട്. ഈ കോവയ്ക്കകത്തേക്ക് സ്വല്പം ഉപ്പിടുന്നുണ്ട്, സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാൻ പോകണം കേട്ടോ. ഈ ചട്ടിയിലുള്ള ചൂട് കൊണ്ട് മാത്രം ഇത് കിടന്നാൽ മതി, ആയാൽ മതി. പയ്യെ ഒരുപാട് തൈര് ചൂടായാൽ കൊള്ളൂല്ല. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കുന്നതാണ്. കോവയ്ക്ക വറുത്ത എണ്ണ തന്നെയാണ് ഈ ഒഴിക്കുന്നത്. ഇടുന്ന മുളക് ഇടുന്ന, വേപ്പിലിടുന്നു. തീ ഓഫാക്കി പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ പച്ചടിക്കകത്തേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന ഒഴിക്കാൻ പോകണം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക പച്ചടി റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.